ഗർഭപാത്രത്തിൻ്റെ ആവരണത്തിലുണ്ടാകുന്ന വീക്കത്തിനെയാണ് എൻഡോമെട്രൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പം ഒരു പുരുഷ ബീജത്തിന് യൂട്രസിൻ്റെ ആവരണത്തിൽ വളരണമെന്നുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൻറ്റിബോഡി പ്രവർത്തനം വളരെ ആവശ്യമാണ്. സപ്പോർട്ടിങ് ആൻറ്റിബോഡിയുടെ പ്രവർത്തനം ഉണ്ടെങ്കിലേ ഭ്രൂണത്തിനോടെ പറ്റിപ്പിടിച്ച് വളരാൻ പറ്റുള്ളൂ. നമുക്കറിയാം, ഒരാളുടെ ഭർത്താവിൻ്റെ ബ്ലഡ് ഭാര്യ സ്വീകരിക്കണമെന്നില്ല, ഭർത്താവിൻ്റെ ഒരു ഓർഗൻ ഭാര്യ സ്വീകരിക്കണമെന്നില്ല. പക്ഷേ പുരുഷ ബീജാണുക്കളെ മാത്രമാണ് യൂട്രസിനുള്ളിൽ വളർത്താൻ ഒരു സ്ത്രീക്ക് സാധിക്കുന്നത്. അവിടെ പ്രൊട്ടക്റ്റീവ് ആൻറ്റിബോഡി ഉള്ളതുകൊണ്ടാണ് നമുക്കത് സാധിക്കുന്നത്. പക്ഷേ ഗർഭപാത്ര ആവരണത്തിന് വീക്കം വരുന്നവരിൽ ഈ പ്രൊട്ടക്റ്റീവ് ആൻറ്റിബോഡിയുടെ പ്രവർത്തനം കുറയുകയും അത് ഭ്രൂണത്തിനവിടെ പറ്റിപ്പിടിച്ച് വളരാൻ തടസ്സം വരുത്തുകയും ചെയ്യും. അവിടെ നമ്മൾ നോക്കണം എന്തുകൊണ്ട് ഈ വീക്കം ഉണ്ടായി. ചില കേസുകളിൽ ഇമ്മ്യൂണോളജിക്കൽ കോസസ്, അതായത് ഹസ്ബൻഡിൻ്റെ കോശങ്ങൾക്കെതിരെയുള്ള പ്രതിപ്രവർത്തനം അതിനൊരു കാരണമാണ്. അതുകൊണ്ട് നമ്മൾ അത് ഈ നീർക്കെട്ട് ക്രമേണ ഇൻഫെക്ഷനെ വഴിതെളിക്കുകയും യൂട്രസ് ടിഷ്യൂ സ്കാർ ചെയ്യുകയും ചെയ്യും. അവിടെയുള്ള നോർമൽ ടിഷ്യൂവിനെ മാറ്റി നാരുകളുള്ള കോശങ്ങൾ വരുമ്പോൾ ഭ്രൂണത്തിനോട് പറ്റിപ്പിടിച്ച് വളരാൻ പറ്റാതെ വരും. അപ്പം നമുക്ക് ഹിസ്റ്റോസ്കോപ്പി എന്ന് പറഞ്ഞ പരിശോധന ചെയ്ത് എൻഡോമെട്രൈറ്റിസ് ഉണ്ടോ എന്ന് കാണാൻ പറ്റും. എൻഡോമെട്രൈറ്റിസ് ഉണ്ടെങ്കിൽ നമ്മൾ അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അതിൻ്റെ കാരണമെന്ന് മനസ്സിലാക്കി നമ്മൾ നീർക്കെട്ടാണ് അതിൻ്റെ കാരണം എന്തോ, ഇമ്മ്യൂണോളജിക്കൽ കോസസോ എല്ലാം ഉണ്ടോ, അതോ ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് നോക്കി അത് അപ്രോപ്രിയേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ നമ്മൾ പ്രത്യേകം പഠിക്കണം.